Second chapter, Electrostatic Potential and Capacitance. March 2020 സാധാരണ 5 മാർക്കിനെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ നിന്ന് വരാറ്. How capacitance changes if the distance between the plate of a parallel capacitor is halved. അതായത് ആ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് പകുതിയാക്കി കഴിഞ്ഞാൽ കപ്പാസിറ്റൻസിൽ എന്ത് ചേഞ്ച് സംഭവിക്കുന്നതെന്ന് അതിൻ്റെ ചോയ്സസ് നോക്കാം. ഡസ് നോട്ട് ചേഞ്ച്, ബിക്കംസ് ഹാഫ്, ഡബിൾഡ്, ബിക്കംസ് 1/4. അപ്പോൾ കപ്പാസിറ്റൻസ് കാണാനുള്ള ഫോർമുല നമുക്കറിയാം, C = ε0 A/d ആണ്. അപ്പോൾ ഡിയുടെ വാല്യൂ പകുതിയാക്കി, അതായത് d/2 ആക്കി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു പറഞ്ഞാൽ ആ 2 നേരെ മുകളിലേക്ക് വന്നു, 2 × ε0 A/d, അപ്പോൾ 2C ആയി. അപ്പോൾ ആൻസർ വരുന്നത് ഏതാണ്? ഡബിൾഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 3 capacitors of capacitance 2 picofarad, 3 picofarad and 4 picofarad are connected in parallel. പാരലലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ചോദ്യങ്ങൾ നോക്കുക. റൈറ്റ് SI യൂണിറ്റ് ഓഫ് കപ്പാസിറ്റൻസ്. കപ്പാസിറ്റൻസിൻ്റെ SI യൂണിറ്റ് ഏതാണ്? ഫാരഡ്. അടുത്തത്, കാൽക്കുലേറ്റ് ദ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഓഫ് ദി കോമ്പിനേഷൻ. പാരലലായിട്ടാണ് കമ്പൈൻ ചെയ്തിരിക്കുന്നത്, അപ്പോൾ അത് തമ്മിൽ ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമ്മളെ എന്ത് ചെയ്യുന്നുണ്ട്? C1 + C2 + C3 ആണ്. അപ്പോൾ 3 കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നുണ്ട്? 9 picofarad. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഡിറ്റർമിൻ ദ ചാർജ് ഓൺ ഈച്ച് കപ്പാസിറ്റർ ഇഫ് ദ കോമ്പിനേഷൻ ഈസ് കണക്റ്റഡ് ടു 100 volt. അപ്പോൾ 100 volts അപ്ലൈ ആയിട്ട് ആ 3 പാരലായിട്ട് കണക്ട് ചെയ്താൽ എന്തായിരിക്കും ഓരോന്നിലുള്ള ചാർജ് എന്നുള്ളത്. അപ്പോൾ പാരലൽ കോമ്പിനേഷൻ ആകുമ്പോൾ പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. അപ്പോൾ ചാർജ് കാണാൻ നമുക്കറിയാം, Q1 = C1V, അവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. പൈക്കോഫാരഡ് ആകുമ്പോൾ 10⁻⁻12 നമ്മൾ കൊടുത്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2 × 10⁻⁻10 കൂളമ്പ്. ഇനി Q2വിൻ്റെ വാല്യൂ ആകുമ്പോൾ C2V ആണ്, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 3 × 10⁻⁻10 കൂളമ്പ്. Q3 ആകുമ്പോൾ C3V ആണ്, അപ്പോൾ നമ്മൾ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 4 × 10⁻⁻10 കൂളമ്പ്. 2019 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആവർഷണം ചോദിച്ചിട്ടുണ്ട്. Figure shows the Q charge versus V potential graph for combination of capacitors. അപ്പോൾ 2 കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ് ഉണ്ട്, അതിൻ്റെ ഗ്രാഫാണ് വരച്ചിട്ടുള്ളത്. അപ്പോൾ 2 കോമ്പിനേഷൻ, ഒന്ന് എയും ബിയും ആണ്. ഐഡൻറ്റിഫൈ ദ ഗ്രാഫ് റെപ്രസെൻറ്റിങ് പാരലൽ കോമ്പിനേഷൻ. പാരലൽ കോമ്പിനേഷൻ്റെ ഗ്രാഫ് ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ പാരലൽ കോമ്പിനേഷൻ ആകുമ്പോൾ നമുക്കറിയാം കപ്പാസിറ്റൻസ് മാക്സിമം ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ കപ്പാസിറ്റൻസ് മാക്സിമം വരുന്നത് ഏത് ഗ്രാഫിനാണെന്നുള്ളതാണ്. അപ്പോൾ 2ൻ്റെ സ്ലോപ്പ് ആണ് നമുക്ക് Q/V കിട്ടുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് ഗ്രാഫ് എക്കാണ്, കാരണം C = Q/V ആണ്. സ്ലോപ്പ് ഓഫ് ഗ്രാഫ് A ഈസ് ഗ്രേറ്റർ ആണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഓഫ് 2 capacitors കണക്റ്റഡ് ഇൻ പാരലൽ. പാരലൽ കോമ്പിനേഷൻ്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് നമുക്കറിയാം, C = C1 + C2 ആണ്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കുക. കാൽക്കുലേറ്റ് ദ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ A and B ഫ്രം ദി ഫിഗർ ഗിവൺ ബിലോ. അപ്പോൾ C1ഉം C3യുടെയും വാല്യൂ തന്നിട്ടുണ്ട് 100 ആണ്. C2ൻ്റെ C4ൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 200 ആണ്. അപ്പോൾ അവിടെ C1ഉം C2ഉം പാരലലാണ്, C3യും C4ഉം പാരലലാണ്. അപ്പോൾ ആദ്യം അവയുടെ എഫക്റ്റീവ് കാണുന്നു. C1ഉം C2ൻ്റെയും പാരലാകുമ്പോൾ എഫക്റ്റീവ് രണ്ടും കൂടി കൂട്ടുക, C1ഉം C2ഉം. അപ്പോൾ 100ഉം 200ഉം തമ്മിൽ കൂട്ടി 300 കിട്ടി. അതുപോലെ തന്നെ C3യും C4ഉം ഇതേപോലെ തന്നെ വാല്യൂ ആണ് വരുന്നത് 300. അവ തമ്മിൽ എങ്ങനെയാണ് വരുന്നത്? സീരീസ് ആണ്. അപ്പോൾ 1/C = 1/C1 + C2 കിട്ടി. 1/300 + 1/300, അപ്പോൾ 2/300, അപ്പോൾ 1/50 കിട്ടി. 1/Cയുടെ വാല്യൂ ആണ് 1/50. അപ്പോൾ Cയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്ര വരുന്നത്? 150 മൈക്രോഫാരഡ് ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ത്രൂ എ പോയിന്റ് ഈസ് നോർമൽ to electric field at that point. What is mean by equipotential surface? Answer, surface in which potential is same everywhere. Potential എല്ലായിടത്തും സെയിം ആയിട്ടുള്ള സർഫസിനെയാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയാം. വാട്ട് ഈസ് വർക്ക് ഡൺ ടു മൂവ് എ ചാർജ് ഓൺ എൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്? ഒരു ചാർജിനെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൽ മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വർക്ക് ഡൺ നമുക്കറിയാം, വർക്ക് ഡൺ 0 ആണ്. ഡ്രോ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഓഫ് എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. എൻ്റെ ആൻസർ നമ്മൾ നോക്കുക. ഫിഗർ ഇതാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 2018 സെയിൽ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് വർഷം ചോദിച്ചിട്ടുള്ളത്. പൊട്ടൻഷ്യൽ എനർജി ഓഫ് സിസ്റ്റം ഓഫ് ചാർജസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രൊഡക്റ്റ് ഓഫ് ദി ചാർജസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി, 2 ചാർജുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ എനർജി പ്രൊഡക്റ്റ് ഓഫ് ദി ചാർജസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലും
ഡിസ്റ്റൻസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണെന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജിനുള്ള ഫോമുല നമുക്കറിയാം. V = 1/4πε0 × Q/R ആണ്. പൊട്ടൻഷ്യൽ എനർജി കാണാനുള്ള ഫോമുല അറിയാം. പൊട്ടൻഷ്യൽ എനർജി = Q × V ആണ്. അപ്പോൾ വിക്ക് വരെ മുകളിലത്തെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. രണ്ട് ചാർജസ് ഉണ്ടായതുകൊണ്ട് ഒരു ചാർജ് Q1 എന്ന് കൊടുക്കുന്നു, ഒരു ചാർജ് Q2 എന്ന് കൊടുക്കുന്നു. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി നമുക്ക് എന്ത് കിട്ടി? 1/4πε0 × Q1 Q2/R. അപ്പോൾ ഇതാണ് ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രൂഫ്. അടുത്ത ക്വസ്റ്റ്യൻ, 2 point charges 3 × 10⁻⁸ coulomb and -2 × 10⁻⁸ coulomb are separated by a distance of 15 cm. ആ രണ്ട് ചാർജസ് 15 cm ഡിസ്റ്റൻസിൽ വെച്ചിരിക്കുകയാണ്. അറ്റ് വാട്ട് പോയിന്റ് ദ ലൈൻ ജോയിനിങ് ദ ചാർജസ് ദ പൊട്ടൻഷ്യൽ ഈസ് 0. ആ രണ്ട് പോയിന്റുകളെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈനിലെ ഏത് പോയിന്റിലാണ് പൊട്ടൻഷ്യൽ 0 ആവുകയെന്നാണ്. അപ്പോൾ അതിനെ ഫിഗർ ഉപയോഗിച്ച് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ പോയിന്റ് പിയിലാണ് പൊട്ടൻഷ്യൽ എന്താവുന്നത്? 0 ആവുന്നത്. ആ ലെഫ്റ്റ് സൈഡിൽ നിന്ന് പിയിലേക്കുള്ള ദൂരം 6 ആണ്. അപ്പോൾ റിമൈനിങ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 15 - 6 ആണ്. അപ്പോൾ രണ്ട് പോയിന്റിലെ പൊട്ടൻഷ്യൽ 0 ആണ് വരുന്നത്. അതിൻ്റെ വാല്യൂ നമുക്ക് നോക്കാം. പൊട്ടൻഷ്യൽ = 1/4πε0 × Q/R ആണ്. അപ്പോൾ ആ രണ്ട് ഡിസ്റ്റൻസുകൾ തമ്മിൽ നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ വാല്യൂ 0 ആണ് വരുന്നത്. അതിൽ സിമിലർ ടേംസിനെ നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 3/R = 2/15 - 6. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 2R = 3 × 15 - 6. ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുന്നു. അപ്പോൾ 2R = 45 - 3R. അപ്പോൾ -3R പുറത്തേക്ക് പോകുമ്പോൾ +3R ആയി. അത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 5R = 45. അപ്പോൾ R = നമുക്ക് എത്ര കിട്ടി? 9 cm. ഇനി 2018 മാർച്ചിൽ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ കപ്പാസിറ്റൻസ് ഓഫ് എർത്ത്, റേഡിയസ് ഓഫ് എർത്ത് ഈസ് 6400 km. ഇപ്പോൾ കപ്പാസിറ്റൻസ് ഓഫ് എ സ്പെറിക്കൽ കണ്ടക്ടർ കാണാനുള്ള ഫോമുലയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. C = 4πε0 × R. 4πε0 വാല്യൂ എന്ന് പറഞ്ഞാൽ 1/9 × 10⁻⁹ ആണ്. ആറിൻ്റെ വാല്യൂ 6400 km അതിനെ നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ × 10⁻³ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. വാല്യൂ കിട്ടി. C = 7.11 × 10⁻⁻4 ഫാരഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഓഫ് എ പോസിറ്റീവ് ചാർജ് ഈസ് ഷോൺ ഇൻ ഫിഗർ. ആ പോസിറ്റീവ് ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആണ് തന്നിട്ടുള്ളത്. ഗിവ് ദ സൈൻ ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് VP - VQ. VP - VQവിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തായിരിക്കുന്നു? എൻ്റെ ആൻസർ നോക്കാം. V ഈസ് പ്രൊപ്പോർഷണൽ ടു Q/R ആണ് നമുക്കറിയാം. അപ്പോൾ VP ഈസ് ഗ്രേറ്റർ ദാൻ VQ ആണ്. കാരണം VP എന്ന് പറയുന്ന പോയിന്റ് പോസിറ്റീവ് ചാർജിന് അടുത്താണ്. അപ്പോൾ അതോടെ പൊട്ടൻഷ്യൽ കൂടുതലും Qയിലുള്ള പൊട്ടൻഷ്യൽ കുറവായിരിക്കും. സോ VP - VQ ഈസ് പോസിറ്റീവ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഗിവ് ദ സൈൻ ഓഫ് വർക്ക് ഡൺ ബൈ ദ ഫീൽഡ് ഇൻ മൂവിങ് എ സ്മോൾ പോസിറ്റീവ് ചാർജ് ഫ്രം Q to P. ക്യൂവിൽ നിന്ന് പിയിലേക്ക് ഒരു സ്മോൾ പോസിറ്റീവ് ചാർജ് മൂവ് ചെയ്യുന്ന സമയത്ത് വർക്ക് ഡണ്ണിൻ്റെ സൈൻ എന്തായിരിക്കുന്നു? അപ്പോൾ ഇവിടെ നോക്കുക, വർക്ക് ഡൺ ഈസ് എഗൻസ്റ്റ് ഇലക്ട്രിക് ഫീൽഡ്. അതുകൊണ്ട് വർക്ക് ഡൺ ഈസ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് നിയർ ദ ചാർജ്? ആ ചാർജിൻ്റെ അടുത്തായിട്ട് ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൻ്റെ ഷേപ്പ് എന്തായിരിക്കുന്നു? ആൻസർ സ്പെറിക്കലാണ് ഷേപ്പ് ഉണ്ടായിരിക്കുക. 2017 സെയിൽ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. എ കപ്പാസിറ്റർ ഈസ് എ ഡിവൈസ് വിച്ച് ക്യാൻ സ്റ്റോർ ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി വിത്തിൻ ദ ഇലക്ട്രിക് ഫീൽഡ് സെറ്റപ്പ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. ഒരു കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ ചാർജ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ എനർജി സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റർ ഇൻ ടേംസ് ഓഫ് Q and C. എനർജി സ്റ്റോർഡിൻ്റെ ഫോമുലയാണ് എഴുതാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. എനർജി സ്റ്റോർഡ് ഈസ് = Q²/2C. അടുത്ത ക്വസ്റ്റ്യൻ, ഒബ്റ്റൈൻ എക്സ്പ്രഷൻ ഫോർ കപ്പാസിറ്റി ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ വിത്ത് പ്ലേറ്റ് ഏരിയ A ആൻഡ് പ്ലേറ്റ് സെപ്പറേഷൻ D. അപ്പോൾ കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആണ്. നമുക്കറിയാം C = Q/V ആണ് കപ്പാസിറ്റൻസ് കാണാനുള്ള ഫോമുല. ഇനി ക്യൂവിന് പകരം നമ്മൾ A സിഗ്മ കൊടുക്കുന്നു, വിക്ക് പകരം E × D കൊടുക്കുന്നു. ഇനി ഇക്ക് പകരം σ/ε0. അപ്പോൾ നമ്മളെ ഫൈനൽ ഫോമുല കിട്ടി. C = ε0 A/D. 2017 മാർച്ചിൽ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, ഡൈഇലക്ട്രിക് സ്ലാബ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. അപ്പോൾ ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ ഇടയിലായിട്ട് ഡൈഇലക്ട്രിക് സ്ലാബ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കപ്പാസിറ്റൻസ് എന്ത് ചെയ്യുന്നു? ബിക്കം 0, ഡിക്രീസസ്, റിമൈൻ സെയിം, ഇൻക്രീസസ്. അപ്പോൾ അതിൻ്റെ ആൻസർ ഇൻക്രീസസ് ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ,
ഡിറൈവ് എക്സ്പ്രഷൻ ഫോർ എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ. എനർജി സ്റ്റോർഡിൻ്റെ ഡെറിവേഷനാണ്. എനർജി കാണാനുള്ള ഫോർമുല വർക്ക് ഡൺ ആണ് ഇൻ്റഗ്രൽ വി ഡി ക്യു. വിക്ക് പകരം നമ്മൾ ക്യൂ ബൈ സി കൊടുക്കുന്നു. അപ്പോൾ ഇൻ്റഗ്രൽ ക്യൂ ബൈ സി ഇൻറ്റു ഡി ക്യു. അതിനെ ഡിറൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഏതാണ്? ക്യൂ സ്ക്വയർ ബൈ 2c. 2016 എക്സാം 5 മാർക്കിന്. യു ആർ ഗിവൺ 2 capacitors having capacitance C1 and C2. Derive equation for capacitance in series and parallel combination. അപ്പോൾ സീരീസിലും പാരലലും എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കാണണം. നമുക്ക് സീരീസിൻ്റെ നോക്കാം. സീരീസ് ആകുമ്പോൾ നമുക്ക് വോൾട്ടേജ് ആണ് ഡിവൈഡ് ചെയ്യുന്നത്. V = V1 + V2. അതായത് ക്യൂ ബൈ സി = ക്യൂ ബൈ C1 + ക്യൂ ബൈ C2. ക്യൂ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 1/c = 1/C1 + 1/C2. ഇനി നമുക്ക് എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ആൻഡ് കപ്പാസിറ്റേഴ്സ് കണക്റ്റഡ് ഇൻ പാരലൽ ഫിഗർ നോക്കാം. അപ്പോൾ ഇവിടെ ചാർജാണ് സ്പ്ലിറ്റ് ആവുന്നത്. Q = Q1 + Q2. അതായത് CV = C1V + C2V. നമുക്കത് കിട്ടി. C = C1 + C2. അടുത്ത ക്വസ്റ്റ്യൻ. ദ വേരിയേഷൻ ഓഫ് ചാർജ് Q on a capacitor with voltage V is shown in figure. അപ്പോൾ ചാർജ് ക്യൂവും വിയും തമ്മിലുള്ള ഒരു കപ്പാസിറ്ററിൻ്റെ ഫിഗറാണ്, ഗ്രാഫാണ് വരച്ചിരിക്കുന്നത്. ഇനി ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ OAB റെപ്രസെൻറ്റ്സ്. ഇതിൽ ഏതാണ് ഏരിയ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ചോയ്സസ് ഇതൊക്കെയാണ്: കപ്പാസിറ്റൻസ്, കപ്പാസിറ്റീവ് റിയാക്ടൻസ്, ഇലക്ട്രിക് ഫീൽഡ് ബിറ്റ്വീൻ പ്ലേറ്റ്സ്, എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ. അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഇതൊരു ട്രയാങ്കിൾ ആണ്. ഹാഫ് BH ആണ്. അപ്പോൾ ഹാഫ് QV ആണ്. ഹാഫ് QV എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എനർജിയാണ്. അപ്പോൾ ഇതിൽ ആൻസർ ഏതാ വരുന്നത്? എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ ആണ് ആൻസർ. 2016 മാർച്ചിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഈസ് എ സർഫസ് ഇൻ വിച്ച് കോൺസ്റ്റന്റ് വാല്യൂ ഓഫ് പൊട്ടൻഷ്യൽ അറ്റ് ആൾ പോയിന്റ്സ് ഓൺ ദ സർഫസ്. അപ്പോൾ പൊട്ടൻഷ്യൽ സെയിം ആയ സർഫസിനെയാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയാം. What is the amount of work done in moving 2 microcoulomb charge between 2 points at 3 cm apart on an equipotential surface? അപ്പോൾ ഒരു 3 സെൻറ്റിമീറ്റർ അകലെയായിട്ട് 2 മൈക്രോകൂളം ചാർജിനെ കൊണ്ടുപോകാൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൽ വർക്ക് ഡൺ എത്രയായിരിക്കും എന്നുള്ളതാണ്. നമുക്കറിയാം ഇക്വിപൊട്ടൻഷ്യൽ സർഫസിലെ വർക്ക് ഡൺ എന്താണ് വരുന്നത്? 0 ആണ്. അപ്പോൾ ഇവിടെ ആൻസർ എന്താണ്? 0 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. 2 capacitors are connected as shown in figure. The equivalent capacitance of the combination is 4 microfarad. അപ്പോൾ കോമ്പിനേഷൻ്റെ ഈക്വലന്റ് കപ്പാസിറ്റൻസ് 4 മൈക്രോഫാരഡ് ആണ്. ഇനി കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് C. സിയുടെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അത് തമ്മിൽ എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? സീരീസ് ആയിട്ടാണ്. അപ്പോൾ നമുക്കറിയാം 1/C = 1/C1 + 1/C2. അപ്പോൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സിയുടെ വാല്യൂ 4 ആണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ C1ൻ്റെ വാല്യൂ 20 ആണ്. ഇതിൽ നിന്ന് നമുക്ക് 1/Cയുടെ വാല്യൂ കാണാം. 1/4 - 1/20. അപ്പോൾ അതിനെ 5 - 1/20 എന്ന് പറഞ്ഞു. 4/20. അതായത് 1/Cയുടെ വാല്യൂ 1/5 ആണ്. അപ്പോൾ സിയുടെ വാല്യൂ എന്ന് പറഞ്ഞപ്പോൾ എത്രയാണ്? 5 മൈക്രോഫാരഡ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാ വരുന്നത്? 5 മൈക്രോഫാരഡ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക. കാൽക്കുലേറ്റ് ദ ചാർജ് ഓൺ ഈച്ച് കപ്പാസിറ്റർ. ചാർജ് ഓരോ കപ്പാസിറ്ററിലുള്ള ചാർജ് എത്രയാണെന്നുള്ളത്. ഇപ്പോൾ ചാർജ് ഇവിടെ സീരീസ് ആയതുകൊണ്ട് ചാർജ് സെയിം ആണ്. ചാർജ് കാണാനുള്ള ഫോർമുല Q × CV ആണ്. C എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് അതാണ്, അത് 4 ആണ്. അതുപോലെ തന്നെ മൈക്രോഫാരഡ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? 10⁻⁶ ടോട്ടൽ പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട് 12 വോൾട്ട് ആണ്. അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടി 48 × 10⁻⁶. ചാർജിൻ്റെ യൂണിറ്റ് കൂളംബാണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് വിൽ ബി ദ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് ഈച്ച് കപ്പാസിറ്റർ. ഓരോ കപ്പാസിറ്ററിലുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് കപ്പാസിറ്ററിലെ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് V1 = Q/C1. ഇപ്പോൾ ക്യൂവിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട് 48 × 10⁻⁶ ഡിവൈഡഡ് ബൈ C1. ഫസ്റ്റിൻ്റെ ഏതാണ്? 20 മൈക്രോഫാരഡ് ആണ്. അപ്പോൾ 20 × 10⁻⁶. അപ്പോൾ നമുക്കത് കിട്ടി 2.4 വോൾട്ട്. ഇനി രണ്ടാമത്തെ കപ്പാസിറ്ററിലെ നമുക്കറിയാം Q/C2. C2വിൻ്റെ വാല്യൂ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചാണ് 5 മൈക്രോഫാരഡ് ആണ്. അപ്പോൾ 48 × 10⁻⁶/5 × 10⁻⁶. ആൻസർ വരുന്നത് 9.6 വോൾട്ട്. അടുത്തത് 2 മെറ്റാലിക് സ്ഫിയേഴ്സ് ഓഫ് സെയിം റേഡിയേ, 1 ഹോളോ ആൻഡ് 1 സോളിഡ് ആർ ചാർജ്ഡ് ടു സെയിം പൊട്ടൻഷ്യൽ. ഒരു 2 മെറ്റാലിക് സ്ഫിയേഴ്സ് ആണ്. അതിൻ്റെ റേഡിയസ് സെയിം ആണ്. ഒന്ന് ഹോളാണ്, ഉള്ളു പൊള്ളയാതാണ്. ഒന്ന് സോളിഡ് ആണ്.
അതിനെ ഒരു സെയിം പൊട്ടൻഷ്യൽ നമ്മൾ കൊടുക്കുന്നു, വിച്ച് വിൽ ഹോൾഡ് മോർ ചാർജ്, ഇതിനാണ് കൂടുതൽ ചാർജ് ലഭിക്കുക. നമുക്കറിയാം ചാർജ് എപ്പോഴും എന്താണെന്ന് പറഞ്ഞാൽ സർഫസിൽ മാത്രം ഉണ്ടായിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഈ മൂന്നെണ്ണത്തിൽ ഏതാ ചോയ്സ് വരുന്നത്? ബോത്ത് വിൽ ഹോൾഡ് സെയിം ചാർജ്, രണ്ടിലും ഒരേ ചാർജ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അടുത്തത് നമ്മൾ നോക്കുക, എ കപ്പാസിറ്റർ ഈസ് എൻ ഇലക്ട്രോണിക് കമ്പോണന്റ് ഹാവിംഗ് ടു കണ്ടക്ടേഴ്സ് സെപ്പറേറ്റഡ് ബൈ എൻ ഇൻസുലേറ്റർ. ഒരു കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ രണ്ട് ഇലക്ട്രോണിക് കമ്പോണൻസ് ആണ്, ഹാവിംഗ് ടു കണ്ടക്ടേഴ്സ്, രണ്ട് കണ്ടക്ടേഴ്സ് ആണ് തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി പറയുന്നത് an insulated capacitor with air between the plate has a potential V0 and charge Q0. അപ്പോൾ ആദ്യത്തെ കപ്പാസിറ്ററിന്റെ പൊട്ടൻഷ്യൽ V0 ആണ്, അതുപോലെ തന്നെ ചാർജ് Q0 ആണ്. ഇനി when the space between the plate is filled with oil, ഇതിന്റെ ഇടയിലുള്ള പ്ലേറ്റിൽ ഓയിൽ ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വിയും അതുപോലെ തന്നെ ചാർജ് Q ആയി മാറും. വിച്ച് ഓഫ് ദി ഫോളോയിങ് റിലേഷൻ ഈസ് കറക്റ്റ്? താഴെ പറയുന്നതിൽ ഏത് റിലേഷനാണ് കറക്റ്റ് ആവുക എന്നുള്ളത്. അപ്പോൾ 4 റിലേഷൻസ് വന്നിട്ടുണ്ട്, അതിലേതായിരിക്കും കറക്റ്റ് എന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം ഓയിൽ ഇൻവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട് പറഞ്ഞാൽ കപ്പാസിറ്റൻസ് കൂടുന്നുണ്ട്. അപ്പോൾ Q/V എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ Q0/V0 ആണ്. രണ്ടിലും ചാർജ് സെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് പറഞ്ഞാൽ ചാർജ് സെയിം ആവുമ്പോൾ രണ്ടാമത്തേൽ കപ്പാസിറ്റൻസ് കയറണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പൊട്ടൻഷ്യൽ കുറവായിരിക്കണം. അപ്പം നമ്മളെ ആൻസർ എന്ന് പറയുന്നത് രണ്ടാമത്തെ ചോയ്സ് ആണ്, Q = Q0 ആൻഡ് V <V0. അടുത്ത ക്വസ്റ്റ്യൻ, 3 capacitors are connected to 12 volt battery as shown in figure. അപ്പോൾ 3 കപ്പാസിറ്റേഴ്സിന് ഒരു 12 വോൾട്ടും ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. വാട്ട് ഈസ് ദ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഓഫ് ദി കോമ്പിനേഷൻ? അപ്പോൾ ആദ്യത്തെ 2 കപ്പാസിറ്റേഴ്സ് പാരലലാണ്, മൂന്നാമത്തേനായിട്ട് സീരീസ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ പാരലൽ കോമ്പിനേഷൻ ആവുന്ന സമയത്ത് അവ തമ്മിൽ നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 6 മൈക്രോ ഫാരഡ് കിട്ടി. 6ഉം 3ഉം തമ്മിൽ സീരീസ് ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ എഫക്റ്റീവ് കാണാൻ വേണ്ടിയിട്ട് 1/C1 + 1/C2 ആണ്, അതായത് 1/6 + 1/3. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 3/6 ആണ് എന്ന് പറഞ്ഞാൽ 1/2 ആണ്. അപ്പോൾ 1/Cയുടെ വാല്യൂ ആണ് 1/2. അപ്പോൾ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് സിയുടെ വാല്യൂ എന്താ വരുന്നത്? 2 മൈക്രോ ഫാരഡ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് 2 മൈക്രോ ഫാരഡ് കപ്പാസിറ്റർ? 2 മൈക്രോ ഫാരഡ് കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ആദ്യം Q കാണുന്നു. Q = CV ആണ്. എഫക്റ്റീവ് കപ്പാസിറ്റൻസ് നമുക്കിപ്പോൾ കിട്ടി 2 ആണ്. 2 × 10⁻⁻6 × 12, അപ്പോൾ 24 × 10⁻⁻6 നമുക്ക് കിട്ടി. ഇനി പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് 2 മൈക്രോ ഫാരഡ് എന്ന് പറഞ്ഞാൽ അത് രണ്ടും പാരലല്ല, 2ഉം 4ഉം തമ്മിൽ പാരലായിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. ആ രണ്ടെണ്ണത്തിൻ്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് നമ്മൾ കണ്ടതാണ് 6 മൈക്രോ ഫാരഡ് എന്നുള്ളത്. അപ്പോൾ V = Q/C, അതായത് 24 × 10⁻⁻6 / C. സിയുടെ വാല്യൂ അതിൻ്റെ രണ്ടിൻ്റെയും കോമ്പിനേഷൻ എത്രയാണ്? 6 ആണ്. അപ്പോൾ 6 × 10⁻⁻6. അപ്പോൾ നമ്മൾ ആൻസർ എന്ത് കിട്ടി? 4 വോൾട്ടാണ് നമുക്ക് കിട്ടുന്നത്.